ഇന്ന് കഴിഞ്ഞ +2 ഹിസ്റ്ററി മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തേത് ഒരു കോളം മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഫ്രാങ്കോയിസ് ബർണിയർ എവിടെ നിന്നാണ് ഫ്രാങ്കോയിസ് ബർണിയർ വന്നത്? ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസ്. രണ്ടാമത്തത് ഇബിൻ ബത്തൂത്ത എവിടെയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൊറോക്കോയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അൽബറൂണിയോ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് അൽബറൂണി വന്നിട്ടുള്ളത്. മനൂച്ചി ഇറ്റലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തേത് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ വീരശൈവ മൂവ്മെൻറ്റ്? ആരായിരുന്നു? ബസവണ്ണ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിശുദ്ധ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സേക്രഡ് സെൻറ്റർ? ഏതാണ്? ബിത്തല ക്ഷേത്രമാണ്. ബിത്തല ടെമ്പിൾ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്? ഹൂ പെയിൻറ്റഡ് ഇൻ മെമ്മോറിയം? ആരാണ്? തോമസ് ജോൺസ് ബാർക്കറാണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന കേരളത്തിൽ ക്ഷേത്രങ്ങൾ പാലിച്ചു പോന്നിരുന്ന പെരുമാറ്റ സംഹിതയുടെ പേരെഴുതുക. നെയിം ദ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോഡ് ബൈ ദ ടെമ്പിൾസ് ഇൻ ഏഷ്യൻ കേരള? ഏതാണ്? കച്ചമാണ് അതിൻ്റെ ഉത്തരം. ആറാമത്തേത് ഒരു ക്രോണോളജിക്കൽ ഓർഡറാണ്. ഫസ്റ്റ് വരുന്നത് ഏതാണ്? പഴശ്ശി കലാപം, പഴശ്ശി റിവോൾട്ട് ആണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വരുന്നത് മലബാർ റിബീലിയൻ, മലബാർ കലാപമാണ്. മൂന്നാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹയാണ്. നാലാമത് വരുന്നത് കയ്യൂർ റിവോൾട്ട്, കയ്യൂർ സമരമാണ്. അപ്പം ബാക്കി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നിരുന്നത്. എങ്കിലും അത്ര സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളൊക്കെ തന്നെയാണ്. എങ്കിലും ചില 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മളെ കുഴപ്പിച്ചിട്ടുണ്ടാവാം. ബാക്കി വെച്ച് നോക്കുമ്പോൾ സിമ്പിളായിരുന്നു. പിന്നെ എനിക്കൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, നാളെ +1 +2 ഒരു എക്സാമും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ എക്കണോമിക്സ് +2 കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഇനിയുള്ളത് എക്കണോമിക്സ് എക്സാമാണ്. അത് നാളെ കഴിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ നിന്നാണ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കി പഠിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.